ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്ററാണിത്. എക്സാം ഓറിയൻറ്റഡായി സിമ്പിളായി നമുക്ക് ഓരോ പോർഷൻസും ഡിസ്കസ് ചെയ്യാം. ജനറ്റിക് മെറ്റീരിയൽ ഓർ ന്യൂക്ലിക് ആസിഡ്. ജനറ്റിക് മെറ്റീരിയലായി ആക്ട് ചെയ്യുന്ന രണ്ട് ന്യൂക്ലിക് ആസിഡ്സ് ആണ് DNA ആൻഡ് RNA. DNA മീൻസ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA മീൻസ് റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസംസിലും ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ചില വൈറസസിൽ ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. നെക്സ്റ്റ് ഈസ് ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡിൻ്റെ കമ്പോണൻസ് ആണ് നൈട്രോജനസ് ബേസ് ആൻഡ് പെൻറ്റോസ് ഷുഗർ. ന്യൂക്ലിയോടൈഡിൻ്റെ കമ്പോണൻസ് ആണ് നൈട്രോജനസ് ബേസ്, ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. സോ ന്യൂക്ലിയോസൈഡ് മീൻസ് പെൻറ്റോസ് ഷുഗർ പ്ലസ് നൈട്രോജൻ ബേസ്. Nucleotide means pentose sugar plus nitrogen base plus phosphate group. Next is polynucleotide. Polynucleotides are the polymer of nucleotides. DNA and RNA are polynucleotides. ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്താണ് പോളിന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത്. DNAയും RNAയും പോളിന്യൂക്ലിയോടൈഡ്സ് ആണ്. DNA ആൻഡ് RNA രണ്ടും ഫോം ചെയ്തിരിക്കുന്നത് ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കൊണ്ടാണ്. ഓക്കെ, ബോത്ത് ആർ പോളിന്യൂക്ലിയോടൈഡ്സ്. നമ്മൾ ന്യൂക്ലിയോടൈഡ്സ് എന്താണെന്ന് പറഞ്ഞു, നൈട്രോജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ്. അങ്ങനെയുള്ള രണ്ട് ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്താൽ ഡൈന്യൂക്ലിയോടൈഡ്സ് ഫോം ചെയ്യും. ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്താൽ പോളിന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ, ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ്, ഇത് ഷുഗർ ആൻഡ് ഇത് നൈട്രോജൻ ബേസ്. ഈ മൂന്ന് കമ്പോണൻസും ജോയിൻ ചെയ്താൽ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യും. സോ ദിസ് ഈസ് എ ന്യൂക്ലിയോടൈഡ്. ഹിയർ എഗെയിൻ ദിസ് ഈസ് എ ന്യൂക്ലിയോടൈഡ്. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് കൂടി ചേർന്ന് പോളിന്യൂക്ലിയോയിഡ് ചെയിൻ ഫോം ചെയ്യും. DNA-യിൽ ഇതുപോലുള്ള രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഉണ്ട്. RNA-യിൽ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ മാത്രമാണ്. ന്യൂക്ലിയോസൈഡിലും ന്യൂക്ലിയോടൈഡിലും കാണുന്ന മേജർ മോളിക്യൂളാണ് നൈട്രോജൻ ബേസ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് നൈട്രോജൻ ബേസ്, പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. ഏതൊക്കെയാണ് പ്യൂരിൻസ്? അഡിനിൻ ആൻഡ് ഗ്വാനിൻ. ഏതൊക്കെയാണ് പിരിമിഡിൻസ്? സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഇതിൽ DNA-യിൽ കാണുന്ന നൈട്രോജൻ ബേസസ് ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA-യിൽ കാണുന്ന നൈട്രോജൻ ബേസസ് ആണ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. DNA-യിൽ തൈമിന് കാണാം, RNA-യിൽ തൈമിന് പകരം യുറാസിൽ കാണാം. ന്യൂക്ലിയോസൈഡ്സ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA-യിൽ കാണുന്ന ന്യൂക്ലിയോസൈഡ്സും ന്യൂക്ലിയോടൈഡ്സും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം, നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി പഠിച്ച പോർഷൻസ് ആണ്. DNA-യിൽ കാണുന്ന നൈട്രോജൻ ബേസസ് ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. സോ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രോജൻ ബേസ് പ്ലസ് ഷുഗർ. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ നൈട്രോജൻ ബേസ് പ്ലസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. സോ അഡിനിൻ ഈസ് എ നൈട്രോജൻ ബേസ്. അഡിനിൻ്റെ കൂടെ ഷുഗർ വന്നാൽ ന്യൂക്ലിയോസൈഡാണ്. അഡിനിൻ്റെ കൂടെ ഷുഗറും ഫോസ്ഫേറ്റും വന്നാൽ ന്യൂക്ലിയോടൈഡാണ്. സോ അഡിനിൻ്റെ കൂടെ ഡിയോക്സി റൈബോസ് ഷുഗർ, DNA ആണെങ്കിൽ ഡിയോക്സി റൈബോസ് ഷുഗറാണ്. സോ അഡിനിൻ്റെ കൂടെ ഡിയോക്സി റൈബോസ് ഷുഗർ വന്നാൽ ഡിയോക്സി അഡിനോസിൻ ഫോം ചെയ്യും. ആ ഒരു മോളിക്യൂളിന് ഡിയോക്സി അഡിനോസിൻ എന്നാണ് പറയുക. അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടി ആഡ് ചെയ്താൽ ന്യൂക്ലിയോടൈഡായി മാറും. ഏത് ന്യൂക്ലിയോടൈഡാണ്? ദാറ്റ് മീൻസ് അഡിനിൻ പ്ലസ് ഡിയോക്സി റൈബോസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫോംസ് ഡിയോക്സി അഡിനൈലിക് ആസിഡ്. ദാറ്റ് ഈസ് അഡിനിൻ പ്ലസ് ഡിയോക്സി റൈബോസ് ഷുഗർ. ആ ഒരു മോളിക്യൂളിന് ഡിയോക്സി അഡിനോസിൻ എന്ന് പറയും. അഡിനിൻ പ്ലസ് ഡിയോക്സി റൈബോസ് ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ആ ഒരു മോളിക്യൂളിന് ഡിയോക്സി അഡിനൈലിക് ആസിഡ് എന്ന് പറയും. ഇതിൽ ഓരോ നൈട്രോജൻ ബേസും അതിൻ്റെ ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഗ്വാനിൻ ആണെങ്കിൽ ഡിയോക്സി ഗ്വാനോസിൻ, ഡിയോക്സി ഗ്വാനൈലിക് ആസിഡ്. സൈറ്റോസിൻ ആണെങ്കിൽ ഡിയോക്സി സൈറ്റിഡിൻ, ഡിയോക്സി സൈറ്റിഡൈലിക് ആസിഡ്. തൈമിൻ ആണെങ്കിൽ ഡിയോക്സി തൈമിഡിൻ, ഡിയോക്സി തൈമിഡൈലിക് ആസിഡ്. അതേപോലെ തന്നെ ന്യൂക്ലിയോസൈഡ്സ് ആൻഡ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ RNA-യിൽ കാണുന്ന ഷുഗർ റൈബോസ് ആണ്. RNA-ൻ്റെ കേസിൽ അഡിനിൻ്റെ കൂടെ റൈബോസ് ഷുഗർ വന്നാൽ ആ ഒരു മോളിക്യൂളിന് അഡിനോസിൻ എന്ന് പറയും. അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്താൽ അഡിനൈലിക് ആസിഡ്. ഗ്വാനിൻ, ഗ്വാനോസിൻ, ഗ്വാനൈലിക് ആസിഡ്. സൈറ്റോസിൻ, സൈറ്റിഡിൻ, സൈറ്റിഡൈലിക് ആസിഡ്. യുറാസിൽ, യുറിഡിൻ, യുറിഡൈലിക് ആസിഡ്. ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് DNA ബൈ ഫ്രെഡറിക് മേഷർ. ഹി നെയ്മഡ് ഇറ്റ് ആസ് ന്യൂക്ലിൻ. DNA ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത സയൻറ്റിസ്റ്റാണ് ഫ്രെഡറിക് മേഷർ. അദ്ദേഹം DNAക്ക് അന്ന് നൽകിയ പേര് ന്യൂക്ലിൻ എന്നായിരുന്നു. ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA പ്രപ്പോസ്ഡ് ബൈ വാട്സൺ ആൻഡ് ക്രിക്ക് ബേസ്ഡ് ഓൺ ദ എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ
പ്രൊഡ്യൂസ്ഡ് ബൈ മോറിസ് വിൽക്കിൻസ് ആൻഡ് റോസലിൻ ഫ്രാങ്ക്ലിൻ. DNA-ക്ക് ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. മോറിസ് വിൽക്കിൻസും റോസലിൻ ഫ്രാങ്ക്ലിനും പ്രൊഡ്യൂസ് ചെയ്ത എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ ബേസ് ചെയ്താണ് വാട്സൺ ആൻഡ് ക്രിക്ക് DNA-ക്ക് ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത്. ഇതിൽ സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർത്ത് വെക്കുക. ഫസ്റ്റ് DNA ഐഡൻറ്റിഫൈ ചെയ്തത് ഫ്രെഡറിക് മേഷർ, ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക്, എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്തത് മോറിസ് വിൽക്കിൻസ് ആൻഡ് റോസലിൻ ഫ്രാങ്ക്ലിൻ. വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഇതാണ് DNA-യുടെ ഡബിൾ ഹെലിക്സ് മോഡൽ. ഫസ്റ്റ് കാണുന്ന ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. DNA-ക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്. ഫസ്റ്റ് ഫിഗറിൽ കാണുന്ന ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA ഒന്ന് ഓപ്പൺ ചെയ്ത് ഒബ്സർവ് ചെയ്താൽ സെക്കൻഡ് ഫിഗർ പോലെ കാണാൻ സാധിക്കും. അതിൽ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കാണുന്നുണ്ട്. ഒബ്സർവ് ദ ഫിഗർ. ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ, അതായത് ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റ് മോളിക്യൂളും അറ്റാച്ച് ചെയ്ത സെക്ഷൻസ് കാണാം. മിഡിലായി നൈട്രോജൻ ബേസസ് കാണാം. ഇനി DNA-യുടെ സ്ട്രക്ചർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി നോക്കുകയാണെങ്കിൽ തേർഡ് കാണുന്ന ഫിഗർ പോലെ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് കാണാം. ലെറ്റ് us see which are the different features of double helix model of DNA. നമ്മൾ നേരത്തെ ഒരു പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇവിടെ DNA-യിൽ അതേപോലുള്ള 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് കാണുന്നുണ്ട്. 2 ചെയിൻസും ആൻറ്റി പാരലലാണ്, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൺ ചെയ്യുന്നത്. ഒരു ചെയിനിൻ്റെ പൊളാരിറ്റി 5' to 3' ആണ്. ഓപ്പോസിറ്റ് ചെയിനിൻ്റെ പൊളാരിറ്റി 3' to 5' ആണ്. ഒബ്സർവ് ദ ഫിഗർ. ഇതിൽ ഫസ്റ്റ് പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ ഡിയോക്സി റൈബോസ് ഷുഗർ മേലോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓപ്പോസിറ്റ് കാണുന്ന പോളിന്യൂക്ലിയോടൈഡ് ചെയിനിൽ ഡിയോക്സി റൈബോസ് ഷുഗർ താഴോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് കാണുന്നുണ്ട്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് ഏതൊക്കെ മോളിക്യൂൾസിനെയാണ് കണക്ട് ചെയ്യുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും ഷുഗർ മോളിക്യൂളിനെയാണ് ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് കണക്ട് ചെയ്യുന്നത്. ഹൈഡ്രജൻ ബോണ്ടും കാണുന്നുണ്ട്. ഹൈഡ്രജൻ ബോണ്ട് കണക്ട് ചെയ്യുന്നത് നൈട്രോജൻ ബേസസിനെയാണ്. അതിൽ ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും ഇടയിലായി 3 ഹൈഡ്രജൻ ബോണ്ട്സ് കാണാം. അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയിലായി 2 ഹൈഡ്രജൻ ബോണ്ട്സ് കാണാം. നമ്മൾ ഡിസ്കസ് ചെയ്തു DNA-യിൽ 2 പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് കാണുന്നുണ്ട്. അതിൽ ഒന്നിൻ്റെ പൊളാരിറ്റി 5' to 3' ആണ്. ഓപ്പോസിറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 3' to 5' ആണെന്ന് പറഞ്ഞു. എന്താണ് 5' to 3' ആൻഡ് 3' to 5'? അല്ലെങ്കിൽ 5' to 3', 3' to 5'? 2 സ്ട്രാൻഡ്സിലും ഡിയോക്സി റൈബോസ് ഷുഗർ എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർത്ത് വെക്കണം. അതായത് ആദ്യത്തെ സ്ട്രാൻഡിൽ മേലോട്ടും രണ്ടാമത്തെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിൽ താഴോട്ടുമാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ടാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും ഷുഗർ മോളിക്യൂളിനെയും കണക്ട് ചെയ്യുന്നത്. ഡിയോക്സി റൈബോസ് ഷുഗറിൻ്റെ 5th and 3rd പൊസിഷനാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഡിയോക്സി റൈബോസ് ഷുഗറിൻ്റെ 5th and 3rd പൊസിഷനിലാണ് ഏത് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഈ ഫിഗർ ഒബ്സർവ് ചെയ്താൽ കാണാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്ട്രാൻഡിന് 5' to 3' എന്ന് പറയും. സോ ഇതിൽ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷനാണ്. ഇനി ഓപ്പോസിറ്റ് സ്ട്രാൻഡ് ആണെങ്കിലോ അത് ഇൻവേർട്ടഡ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓർ പൊളാരിറ്റി ആയിരിക്കും. ദാറ്റ് ഈസ് 3' to 5'. സോ ബോത്ത് ദ സ്ട്രാൻഡ്സ് ആർ ആൻറ്റി പാരലൽ. ദാറ്റ് ഈസ് ആദ്യത്തെ സ്ട്രാൻഡിൽ 5' to 3' ഡയറക്ഷനിലാണ്. ഇതേ സംഭവം ഇൻവേർട്ടഡ് ആയാൽ 3' to 5' ഡയറക്ഷനിൽ വരും. അതുകൊണ്ട് 2 സ്ട്രാൻഡ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. 2 സ്ട്രാൻഡ്സും ആൻറ്റി പാരലൽ എന്നാണ് പറയാം. സോ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് DNA ഡബിൾ ഹെലിക്സ്? ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന ഫിഗർ ആണിത്. 2 polynucleotide chains. So DNA has 2 polynucleotide chains. The 2 chains have anti-parallel polarity. One chain 5' to 3' and the other one 3' to 5'. Nitrogen bases. DNA-യിൽ കാണുന്ന nitrogen bases adenine, thymine, guanine and cytosine. DNA-യിൽ കാണുന്ന ഷുഗർ ഏത് ടൈപ്പ് ഷുഗറാണ്? ഡിയോക്സി റൈബോസ് ഷുഗർ. ഹൈഡ്രജൻ ബോണ്ട് കണക്ട് നൈട്രോജൻ ബേസസ്. നൈട്രോജൻ ബേസസിനെ കണക്ട് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. ബിറ്റ്വീൻ അഡിനിൻ ആൻഡ് തൈമിൻ 2 ഹൈഡ്രജൻ ബോണ്ട്. അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയിലായി 2 ഹൈഡ്രജൻ ബോണ്ട് കാണാം. ബിറ്റ്വീൻ ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ 3 ഹൈഡ്രജൻ ബോണ്ട്. ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയിലായി
3 ഹൈഡ്രജൻ ബോണ്ട് കാണാം. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് കണക്ട് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ്. ഷുഗർ മോളിക്യൂളിനെയും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെയും കണക്ട് ചെയ്യുന്നത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. ഇനി ഇതിൽ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കുറച്ച് മെഷർമെൻറ്റ്സ് കൂടി ഓർത്ത് വെക്കണം. പിച്ച് ഓഫ് ഹെലിക്സ്, 2 ചുറ്റുകൾ തമ്മിലുള്ള ദൂരം എത്രയാണ്? 3.4 നാനോമീറ്റർ ആണ്. ഓക്കെ, പിച്ച് ഓഫ് ഹെലിക്സ് 3.4 നാനോമീറ്റർ. പിച്ച് ഓഫ് ഹെലിക്സ് എന്ന് പറഞ്ഞാൽ 2 ചുറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി ഒരു ടേണിൽ എത്ര ബേസ് പെയർസ് കാണും? 10 ബേസ് പെയർസ് കാണും. ബേസ് പെയർസ് എന്ന് പറഞ്ഞാൽ അഡിനിൻ തൈമിൻ ഒരു ബേസ് പെയർ ആണ്, ഗ്വാനിൻ സൈറ്റോസിൻ മറ്റൊരു ബേസ് പെയർ ആണ്. അങ്ങനെ 10 ബേസ് പെയർസ് ഒരു ടേണിൽ കാണാം. ഈ ബേസ് പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.34 നാനോമീറ്റർ. ദാറ്റ് ഈസ് പിച്ച് ഓഫ് ഹെലിക്സ് ഈസ് 3.4 nanometer, 10 base pairs in each turn. Distance between base pair is 0.34 nanometer. Erwin Chargaff's rule, proposed by Erwin Chargaff, in DNA the proportion of A is equal to T and the proportion of G is equal to C. The ratio of A to T and that of G to C is always equal to 1. Erwin Chargaff propose ചെയ്ത ഒരു റൂളാണ് എർവിൻ ഷർഗാഫ്സ് റൂൾ. ദാറ്റ് മീൻസ് DNA മോളിക്യൂളിൽ അഡിനിൻ ആൻഡ് തൈമിൻ തമ്മിലും ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ തമ്മിലുമുള്ള റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അഡിനിൻ 25% ഉണ്ടെങ്കിൽ തൈമിൻ എത്ര ആയിരിക്കും? അഡിനിൻ്റെ ഓപ്പോസിറ്റ് ആയാണ് തൈമിന് വരാം, തൈമിൻ 25% ആയിരിക്കും. സോ ദാറ്റ് മീൻസ് 50%. ഇനി റിമൈനിങ് ആയ 50% ഏതൊക്കെ ബേസ് പെയർസ് ആയിരിക്കും? ഗ്വാനിൻ 25, ഗ്വാനിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് സൈറ്റോസിൻ 25%. ഇതാണ് എർവിൻ ഷർഗാഫ്സ് റൂള് പ്രപ്പോസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദ റേഷ്യോ ഓഫ് അഡിനിൻ ടു തൈമിൻ ആൻഡ് ഗ്വാനിൻ ടു സൈറ്റോസിൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു 1. DNA ആൻഡ് RNA ജനറ്റിക് മെറ്റീരിയലായി ആക്ട് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. DNAയിൽ ഡബിൾ സ്ട്രാൻഡ്സ് കാണാം, RNAയിൽ കാണുന്നത് ഒരു സ്ട്രാൻഡ് മാത്രമാണ്. DNAയിൽ കാണുന്ന ഷുഗർ ഡിയോക്സി റൈബോസ് ഷുഗറാണ്, RNAയിൽ കാണുന്ന ഷുഗർ റൈബോസ് ഷുഗറാണ്. DNAയിൽ കാണുന്ന നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNAയിൽ കാണുന്ന നൈട്രജൻ ബേസസ് ആണ് അഡിനിൻ, യുറാസിൽ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. DNAയിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് തൈമിനാണ്, RNAയിൽ മാത്രം കാണുന്ന നൈട്രജൻ ബേസ് യുറാസിലാണ്. ഇനി DNAയിലും RNAയിലും കാണുന്ന നൈട്രജൻ ബേസസ് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഒരു മോളിക്യൂളിന് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയണമെങ്കിൽ അത് ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ പാലിക്കണം. ഓക്കെ, സോ വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ റിക്വയർഡ് ഫോർ എ മോളിക്യൂൾ ടു ബി ജനറ്റിക് മെറ്റീരിയൽ? 4 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഫസ്റ്റ് വൺ റെപ്ലിക്കേഷൻ, സെക്കൻഡ് വൺ കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, തേർഡ് വൺ ഷോ മ്യൂട്ടേഷൻസ് ഫോർ എവല്യൂഷൻ, ഫോർത്ത് വൺ എക്സ്പ്രസ് ആസ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. ഒരു മോളിക്യൂൾ ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ അതിന് റെപ്ലിക്ക ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. റെപ്ലിക്ക മീൻസ് കോപ്പി. സോ കോപ്പീസ് ഫോം ചെയ്യാനുള്ള കഴിവ്, റെപ്ലിക്ക ഫോം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. റെപ്ലിക്കേഷൻ പ്രോസസ്സ് പെർഫോം ചെയ്യാൻ പറ്റുന്ന മോളിക്യൂൾ ആയിരിക്കണം ജനറ്റിക് മെറ്റീരിയൽ. ആൻഡ് സെക്കൻഡ് വൺ കെമിക്കൽ ആൻഡ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി. ജനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം, കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ ആയിരിക്കണം. ഷോ മ്യൂട്ടേഷൻസ് ഫോർ എവല്യൂഷൻ. എവല്യൂഷൻ നടക്കണമെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൽ ചെറിയ ചേഞ്ചസ് വരണം. ജനറ്റിക് മെറ്റീരിയലിൽ സംഭവിക്കുന്ന ചേഞ്ചസ് ആണ് മ്യൂട്ടേഷൻ, അല്ലേ? സോ ഒരു മോളിക്യൂൾ ജനറ്റിക് മെറ്റീരിയൽ ആവണമെങ്കിൽ മ്യൂട്ടേഷൻ നടക്കുന്ന മോളിക്യൂൾ ആയിരിക്കണം. എക്സ്പ്രസ് ആസ് മെൻഡേലിയൻ ക്യാരക്ടേഴ്സ്. മെൻഡേലിയൻ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ് ചെയ്യാൻ എബിലിറ്റി ഉള്ള മോളിക്യൂൾ ആയിരിക്കണം. സോ ഈ 4 ക്രൈറ്റീരിയാസും പാലിക്കുന്നുണ്ടെങ്കിൽ ഒരു മോളിക്യൂളിനെ ജനറ്റിക് മെറ്റീരിയലായി അംഗീകരിക്കാം. നൗ ലെറ്റ് us compare DNA and RNA. DNA less reactive and stable due to double strand, presence of thymine, absence of 2'-OH in sugar. DNA less reactive ആണ്, stable ആണ്. എന്താണ് റീസൺസ്? DNA ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, DNAയിൽ തൈമിൻ ഗ്രൂപ്പ് കാണുന്നുണ്ട്, DNAയിൽ എക്സ്ട്രാ OH ഗ്രൂപ്പ് ഇല്ല. ഈ 3 റീസൺസ് കൊണ്ട് DNA ലെസ് റിയാക്റ്റീവ് ആണ്. ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ DNA സ്റ്റാബിൾ ആണ്. ഇനി RNA ഹൈ റിയാക്റ്റീവ് ആൻഡ് ഡീഗ്രേഡബിൾ ഡ്യൂ ടു സിംഗിൾ സ്ട്രാൻഡ്, പ്രസൻസ് ഓഫ് യുറാസിൽ, പ്രസൻസ് ഓഫ് 2'-OH ഇൻ ഷുഗർ. RNA ഹൈലി റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് സ്റ്റാബിൾ അല്ല, ഡിഗ്രേഡബിൾ ആണ്. ബിക്കോസ് RNAയിൽ ഒരു സ്ട്രാൻഡ് മാത്രമാണ് കാണുന്നത്. RNAയിൽ തൈമിന് പകരമുള്ളത്
യുറാസിലാണ് ഒരു എക്സ്ട്രാ OH ഗ്രൂപ്പ് RNAയിൽ കാണുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ കൊണ്ട് RNA ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് സ്റ്റേബിൾ അല്ല. DNA ഡിപ്പെൻഡ്സ് ഓൺ RNA ഫോർ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി DNAക്ക് പക്ഷേ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും? RNAയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ബട്ട് RNA ക്യാൻ ഡയറക്ട്ലി സിന്തസൈസ് പ്രോട്ടീൻ. RNAക്ക് ഡയറക്റ്റായി പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ സാധിക്കും. സോ DNA ആൻഡ് RNA കമ്പയർ ചെയ്യുമ്പോൾ ലെസ് റിയാക്റ്റീവ് ആൻഡ് സ്റ്റേബിൾ ആയതുകൊണ്ട് DNAയെ ബെറ്റർ ജനറ്റിക് മെറ്റീരിയലായി സെലക്ട് ചെയ്യാം. പക്ഷേ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ DNAക്ക് ആരുടെ ഹെൽപ്പ് വേണം? RNAയുടെ ഹെൽപ്പ് വേണം. പക്ഷേ RNAക്ക് ഡയറക്റ്റായി പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ സാധിക്കും. DNAയിൽ നിന്നും ജനറ്റിക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്ത് RNA പ്രോട്ടീൻ നിർമ്മിക്കും. സോ ജനറ്റിക് ഇൻഫോർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ഏതായി സെലക്ട് ചെയ്യാം? RNA ആയി സെലക്ട് ചെയ്യാം. DNA ഇസ് ദ ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ. എന്തുകൊണ്ടാണ്? DNA ലെസ് റിയാക്റ്റീവ് ആണ്, DNA സ്റ്റേബിൾ ആണ്. എന്തൊക്കെയാണ് റീസൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. RNA ഈസ് ബെറ്റർ ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ. എന്തുകൊണ്ടാണ്? RNA ക്യാൻ സിന്തസൈസ് പ്രോട്ടീൻ ഡയറക്റ്റ്ലി. പക്ഷേ DNAക്ക് ആരുടെ സഹായം വേണം? RNAയുടെ സഹായം വേണം. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ലെങ്ത് ഓഫ് ഹ്യൂമൻ DNA എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് ബേസ് പെയർസ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent ബേസ് പെയർ. നമ്പർ ഓഫ് ബേസ് പെയർസ് മീൻസ് 6.6 × 10⁹ ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent ബേസ് പെയർ. 2 adjacent ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.34 നാനോമീറ്റർ ആണ്. ദാറ്റ് ഈസ് 6.6 × 10⁹ ഇൻറ്റു 0.34 × 10⁻⁻⁹. ഇറ്റ്സ് അറൗണ്ട് 2.2 meters. സോ ലെങ്ത് ഓഫ് DNA ഇൻ ഹ്യൂമൻ ബീങ്സ് എത്രയാണ്? 2.2 meters. ഇത് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓർഗാനിസംസ് ആൻഡ് നമ്പർ ഓഫ് ബേസ് പെയർസ്. 174 bacteriophage. How many base pairs? 5386. Lambda bacteriophage 48502 base pairs. E. coli 4.6 × 10⁻⁶ base pairs. And human beings haploid number ആണ് പറയുന്നത് 3.3 × 10⁹ base pairs. നമ്മൾ DNA പറ്റി ഡിസ്കസ് ചെയ്തു, DNAയുടെ ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തു. ദെൻ വേർ ഈസ് ദ ലൊക്കേഷൻ ഓഫ് DNA? DNA എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? സെല്ലിനകത്ത് ന്യൂക്ലിയസിലാണ് DNAയുടെ ലൊക്കേഷൻ. ഓക്കെ, യു ക്യാൻ സീ ഹിയർ സെല്ലിനകത്ത് ന്യൂക്ലിയസിൽ ക്രോമോസോംസ് ആയി പാക്ക് ചെയ്താണ് DNA കാണുന്നത്. DNAയുടെ ലെങ്ത് പറഞ്ഞു 2.2 meters ആണ്. പക്ഷേ ന്യൂക്ലിയസിൻ്റെ സൈസ് ചെറുതാണ്. ചെറിയ ന്യൂക്ലിയസിൽ DNA എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്? So our next topic is packaging of DNA in prokaryotes and eukaryotes. Packaging of DNA in prokaryotes. The prokaryotes lack defined nucleus, so the DNA is found in nucleoid. DNA negatively charged is held with some proteins that have positive charges and form nucleoid. Prokaryotes means nucleus illata organisms. ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് പ്രോകാരിയോട്സിൽ ന്യൂക്ലിയോയിഡ് എന്ന റീജിയണിലാണ് DNA കാണുന്നത്. നെഗറ്റീവ് ചാർജുള്ള DNA പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടീൻസിൻ്റെ കൂടെയാണ് ന്യൂക്ലിയോയിഡ് റീജിയണിൽ അറേഞ്ച് ചെയ്ത് കാണുന്നത്. നെക്സ്റ്റ്, പാക്കേജിംഗ് ഓഫ് DNA ഇൻ യൂകാരിയോട്സ്. DNA is found in the nucleus. DNA negative charge is wrapped around histone octamer positive charge to form a nucleosome. Histones contain arginine and lysine. യൂകാരിയോട്സ് മീൻസ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്. യൂകാരിയോട്സിൽ DNA കാണുന്നത് ന്യൂക്ലിയസിലാണ്. ഹിസ്റ്റോൺ എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഉണ്ട്. ഹിസ്റ്റോണിൽ കാണുന്ന അമിനോ ആസിഡ്സ് നോട്ട് ചെയ്ത് വെക്കണം. ആർജിനിൻ ആൻഡ് ലൈസിൻ. ഈ ഫിഗറിൽ കാണുന്നത് പോലെ 4+4, ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് പോലെ 4+4 അങ്ങനെ 8 ഹിസ്റ്റോൺ മോളിക്കിൾസ് കമ്പൈൻ ചെയ്ത് ഹിസ്റ്റോൺ ഒക്ടമർ ഫോം ചെയ്യും. ഹിസ്റ്റോൺ ഒക്ടമറിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഹിസ്റ്റോൺ ഒക്ടമറിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള DNA 2 പ്രാവശ്യം സറൗണ്ട് ചെയ്യും. ഒബ്സർവ് ദ ഫിഗർ. ഓക്കെ, 2 പ്രാവശ്യം സറൗണ്ട് ചെയ്യും. 2 സ്ട്രാൻഡ്സിനെയും കണക്ട് ചെയ്യുന്നത് H1 ഹിസ്റ്റോൺ ആണ്. മറ്റുള്ള ഹിസ്റ്റോണിൻ്റെ പേര് പഠിക്കാനില്ല. H1 ഹിസ്റ്റോൺ ഒന്ന് ഓർത്ത് വെക്കുക. അതാണ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മോളിക്കിൾ, അതായത് ഹിസ്റ്റോൺ ഒക്ടമർ പ്ലസ് DNA, ഈ ഒരു മോളിക്കിളാണ് ന്യൂക്ലിയോസോം. സെക്കൻഡ് തന്നിരിക്കുന്ന ഫിഗർ ടെക്സ്റ്റിലുള്ള ഫിഗറാണ്. ഈ ഫിഗർ തന്ന എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ ഫിഗർ. സോ ദിസ് ഫിഗർ ഈസ് ന്യൂക്ലിയോസോം. എന്താണ് ന്യൂക്ലിയോസോം? DNA പ്ലസ് ഹിസ്റ്റോൺ ഒക്ടമർ. ഹിസ്റ്റോൺ ഒക്ടമർ മീൻസ് 4+4.
8 ഹിസ്റ്റോൺസ് ഒന്നിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഹിസ്റ്റോൺ ഒക്ടോമർ. അതിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള DNA 2 പ്രാവശ്യം റാപ്പ് ചെയ്യും. ഓക്കെ, ഈ DNA കണക്ട് ചെയ്യുന്നത് H1 ഹിസ്റ്റോൺ ആണ്. ഫിഗറിൽ കാണാം. ഹിസ്റ്റോൺ ഒക്ടോമറിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്, DNAയുടെ ചാർജ് നെഗറ്റീവ് ചാർജാണ്. ഈ ഒരു മോളിക്യൂളിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുക. നൗ ഒബ്സർവ് ദിസ് ഫിഗർ. ഇവിടെ DNA കാണാം. DNA നെക്സ്റ്റ് എന്തായി അറേഞ്ച് ചെയ്യും? ന്യൂക്ലിയോസോമായി അറേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ന്യൂക്ലിയോസോംസിനെ ഇവിടെ കാണാം. എങ്ങനെയാണ് കാണുന്നത്? ഇറ്റ്സ് ലൈക്ക് എ ബീഡ്സ് ഓൺ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൽ ബീഡ്സ് കോർത്തതുപോലെയാണ് കാണുന്നത്. അതായത് ഒരു നൂലിൽ മുത്തുകൾ കോർത്തതുപോലെയാണ് കാണുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ക്രോമാറ്റിൻ. ദാറ്റ് ഈസ് കോൾഡ് ക്രോമാറ്റിൻ. ഇതിന് ക്രോമാറ്റിൻ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഈ ക്രോമാറ്റിൻ അടുക്കി ചേർത്ത് അടുത്തടുത്ത് അറേഞ്ച് ചെയ്ത് ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഫോം ചെയ്യും. ക്രോമാറ്റിൻ ഫൈബേഴ്സ് നെക്സ്റ്റ് ക്രോമോസോംസായി അറേഞ്ച് ചെയ്യും. സോ ഇത്രയും ലെങ്ത്തുള്ള DNA മോളിക്യൂളിനെ ഇതുപോലെ ക്രോമോസോംസായി പാക്ക് ചെയ്താണ് ന്യൂക്ലിയസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്സ്, ദാറ്റ് ഈസ് ന്യൂക്ലിയോസോംസ് ഫോം ചെയ്തു. ന്യൂക്ലിയോസോംസ് കണ്ടൻസ് ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ മീൻസ് ബീഡ്സ് ഓൺ സ്ട്രിങ്, chromatin fibers and then chromosomes. Higher level packaging of chromatin needs non-histone chromosomal proteins or NHC proteins. Higher level packaging ന് ആവശ്യമായ പ്രോട്ടീൻസ് ആണ് non-histone chromosomal NHC proteins. നെക്സ്റ്റ്, യൂക്രോമാറ്റിൻ ആൻഡ് ഹെട്രോക്രോമാറ്റിൻ. ക്രോമാറ്റിൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബീഡ്സ് ഓൺ സ്ട്രിങ് ആണ്. അതുപോലെയാണ് ക്രോമാറ്റിൻ കാണാം. ഒരു സെല്ലിൽ ചില ക്രോമാറ്റിൻ ലൂസായാണ് അറേഞ്ച് ചെയ്ത് കാണുന്നത്. അവയെ നമ്മൾ യൂക്രോമാറ്റിൻ എന്ന് പറയും. ഇനി യൂക്രോമാറ്റിൻ ലൈറ്റായാണ് സ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ലൈറ്റായാണ്, ചെറിയ അളവിലാണ് സ്റ്റെയിൻ അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് റീജിയൺ ആണ് യൂക്രോമാറ്റിൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്നും ഇൻഫോർമേഷൻ RNA-യിലേക്ക് കോപ്പി ചെയ്യുന്ന പ്രോസസ്സാണ്. സോ യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവായ റീജിയൺ ആണ്. നെക്സ്റ്റ് വൺ, ഹെട്രോക്രോമാറ്റിൻ. ക്രോമാറ്റിൻ ടൈറ്റായാണ് അറേഞ്ച് ചെയ്ത് കാണുന്നത് ഇൻ ഹെട്രോക്രോമാറ്റിൻ. ഓക്കെ, അതുകൊണ്ട് ഇവ കൂടുതൽ സ്റ്റെയിൻ അബ്സോർബ് ചെയ്യും. ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവാണ് ഹെട്രോക്രോമാറ്റിൻ. സോ DNA റിലേറ്റ് ചെയ്തുള്ള ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ പലതും നിങ്ങൾ +1 പഠിച്ച ബയോമോളിക്യൂൾസ് ചാപ്റ്ററിൽ പഠിച്ച പോർഷൻസ് ആണ്.